ആനയിട്ട് ഓടിക്കുമ്പോഴും ആനയെ കണ്ട് ഓടുമ്പോഴും ഓടിക്കയറാൻ കാട്ടിലൊരു പാലം. നടുവ് വളച്ചു വേണം മനുഷ്യർക്ക് പാലത്തിനടിയിലേക്ക് കയറാൻ. നീളമുള്ളതുകൊണ്ട് തുമ്പിക്കൈ നീട്ടിപ്പിടിക്കാനും കഴിയില്ല. കുളത്തൂപ്പുഴ ഫോറസ്റ്റിലെ അടിപ്പറമ്പ് ഭാഗത്തുള്ള വാച്ചർമാർ അടക്കമുള്ളവർ 2-3 മണിക്കൂർ ആനയെ പേടിച്ചിരിക്കുന്ന പാലത്തിന്റെ പേര് വെങ്കിട്ടപ്പാലം. തിരുവനന്തപുരത്തെ പാലോട് കഴിഞ്ഞ് മാങ്കയം എന്ന സ്ഥലത്ത് കുളത്തൂപ്പുഴ ഫോറസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ചുറ്റോട് ചുറ്റും കാടാണ്. ഈ പ്രദേശത്ത് സ്ഥിരമായി ആനക്കൂട്ടത്തെ കാണാറുള്ള സ്ഥലമാണ്. ഈ കാട്ടിലേക്ക് ഫോറസ്റ്റ് വാച്ചർമാരും മറ്റും പോകുമ്പോൾ ഇതിലെ അകത്തുള്ള കോളനിയിലേക്ക് ആളുകൾ പോകുമ്പോൾ ആനയിട്ട് പലരെയും ഓടിക്കാറുണ്ട്. ഓടിക്കുമ്പം അവർ രക്ഷപ്പെടാൻ കയറുന്ന ഒരു സ്ഥലമാണിത്. വെങ്കട്ട പാലമെന്നാണ് ഇതിൻ്റെ പേര്. ആനയിട്ട് ഓടിക്കുമ്പോഴും ആനയെ കണ്ട് ഓടുമ്പോഴും ആളുകൾ നേരെ വന്ന് ഇതിനകത്തേക്ക് കയറും. അപ്പം നമുക്ക് പോലും കുനിഞ്ഞ് മാത്രമേ ഇതിനകത്തേക്ക് കയറാൻ പറ്റൂ. ആ സമയത്ത് ആനയ്ക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നത് ശശിചേട്ടനാണ്. ശശിചേട്ടനെ ആനയിട്ട് ഓടിച്ച് പലതവണ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇരുന്നു കേട്ടോ. ആന കുറേ പ്രാവശ്യം ഓടിച്ച് ഇതിനകത്തേക്ക് ഇതിനകത്ത് നിൽക്കുമ്പം ആ കാര്യങ്ങൾ ഓർക്കുകയാണോ? ഈ ഭിത്തി ചേർന്നാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഈ ഭിത്തി ഇങ്ങനെ ഇരിക്കും. ഈ 2 ഭാഗത്തും ഞാൻ നോക്കും. അവിടെ നിന്നാലും എത്തൂല, ഇവിടെ നിന്നാലും എത്തൂല. ആന കഴിഞ്ഞ് പോയതിന് ശേഷം പതുക്കെ ഇറങ്ങി നോക്കും. നോക്കിയിട്ട് ആന അങ്ങനെ മാറാൻ ഏതെങ്കിലും ഒരു വഴി കൂടെ ഓടിക്കളയും. ഓടിയാണ് രക്ഷപ്പെടുന്നത്. അങ്ങനെ അനേക ദിവസങ്ങളും ഇതാണ് ഞങ്ങളുടെ രക്ഷ. കല്ലും മണ്ണും എറിയുമോ? കല്ലും മണ്ണും അവിടെ നിന്നോട് തട്ടി എറിയും. തട്ടി എറിഞ്ഞാൽ ഞങ്ങൾ കുത്തിക്കൂടെ അങ്ങോട്ട് നിന്നും. അല്ല പിന്നെ എന്ത് ചെയ്യും? പുറത്ത് കൊള്ളുകയും ചെയ്യും. അതൊക്കെ സാധിച്ചാണ് ഞങ്ങൾ ഇതിനകത്തിരിക്കുന്നത്. ഏറ്റവും അവരും ഇപ്പോൾ 2 മാസം വെച്ച് ഇതിനകത്ത് കയറി. അന്ന് എന്ത് സംഭവിച്ചത്? അന്ന് ആന തന്നെ അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. ഞാൻ എടുത്ത് ഇവിടെ ചാടി ഇതിനകത്ത് കയറിയിരുന്ന് കുറേ നമ്മുടെ ഒന്ന് വിളിച്ചിട്ടൊക്കെ ആന അങ്ങ് കാട്ടിലോട്ട് കയറി വന്നിട്ട് ഞാൻ ഇറങ്ങി വെളിയിലിറങ്ങി ഓടി ആന വഴിക്ക് ഒളിച്ച് നേരെ റോഡിൽ കയറിയിട്ട് പിറ്റേന്ന് രാവിലെയാണ് എൻ്റെ തുണികളൊക്കെ എടുത്തുകൊണ്ട് പോയത്. എന്തൊരു അവസ്ഥയാണ് മനുഷ്യരുടേതെന്ന് ഒന്ന് ഓർത്ത് നോക്കുക. നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ എന്ന് വിചാരിക്കില്ല. ഇതിപ്പം പലർക്കും സംശയം ചിലപ്പോൾ വീണ്ടും വരുമായിരിക്കും, ആന ഒരു വശത്ത് നിന്ന് തുമ്പിക്കൈയിട്ട് ഇതിനകത്ത് പിടിക്കില്ലെന്ന്. ഇപ്പം ഞാനിതിൻ്റെ ഏതാണ്ടൊരു പകുതി ഭാഗത്താണ് നിൽക്കുന്നത്. ആനയുടെ തുമ്പിക്കൈ എന്തായാലും ഈ പകുതിയിലേ എത്തും. അപ്പം സ്വാഭാവികമായ ആന അവിടുന്ന് തുമ്പിക്കൈ നീട്ടുമ്പോൾ ഇവരിങ്ങേ അറ്റം വരെ വരും. ഈ സൈഡ് വരെ വരും. ചില സമയത്ത് ആന കറങ്ങി ഈ ഭാഗത്തേക്ക് വരും. അപ്പോൾ ഇവർ നേരെ തിരിച്ച് ഇങ്ങോട്ട് മാറും. എങ്ങനെ വന്ന് നോക്കിയാലും ആനയ്ക്ക് കയറാൻ പറ്റില്ല. ഏതാണ്ട് 3 മണിക്കൂറോളമൊക്കെ ഇതിനകത്ത് ആനയെ പേടിച്ച് നിൽക്കണം. ആന നിൽക്കുന്നത് കണ്ട് നിൽക്കണം. ഒരു വശത്ത് ആന, ഇവരിവിടെ. ഈ വെങ്കിട്ടപ്പാലം ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ പല ആളുകളുടെയും ജീവൻ തിരിച്ചു കൊടുക്കാൻ കാരണമായ ഒരു പാലമാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. രക്ഷയുടെ ഒരു പാലം സ്ഥിരമായി എന്ന് വരുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. ആനപ്പേടിയും കടുവപ്പേടിയും ഒക്കെ കൊണ്ട് വലഞ്ഞ നാട്ടിൽ.